എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പാർസൽ കൊണ്ടുവന്നതിന് മുന്നേ ഫോൺ വിളിച്ച് പറയാൻ. എന്താ അത്? അയ്യോ അമ്മ, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാ. നോക്കട്ടെ. 10,000 രൂപയുടെ സാധനം. 10,000 രൂപയുടെയാ? നിന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടൂ. 10,000 രൂപയുടെ സാധനം. ഓ അമ്മ, ഇത് ഞാൻ എന്റെ പൈസ കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാ. വാ, 4 കാശ് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് നിന്റെ കാശ് അമ്മയുടെ കാശ് നോക്കി ആയില്ലേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങി പോവാനാ പറഞ്ഞേ. എനിക്ക് നിന്നെ ഇനി കാണണ്ട. എങ്ങോട്ടാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ. അടുത്തതാ. അപ്പൊ എത്രയായി? അപ്പൊ നിന്റെ 30. എക്സ്ക്യൂസ് മീ, യെസ്. ലൈം ജ്യൂസ് ഉണ്ടോ? വാവ്, ഷുവർ. ചേട്ടൻ ഭയങ്കര ലുക്കാണല്ലോ. ശരിക്കും? ചേട്ടനൊരു കാര്യം അറിയോ? ചേട്ടൻ ഭയങ്കര സ്മാർട്ടും ആണ് കേട്ടോ. അതല്ലേ? സത്യം പറയട്ടെ ചേട്ടാ, ചേട്ടനെ കണ്ട പണ്ടത്തെ നിവിൻ പോളിയുടെ അതേ ചായ. കുട്ടിക്ക് ഇനി എന്തെങ്കിലും വേണോ? ഒരു ഗുലാബ് ജാമും കൂടെ. എന്നാ ഗുലാബ് ജാം. എത്ര ചേട്ടാ? കുട്ടിയുടെ അടുത്തുനിന്നൊക്കെ എങ്ങനെ പൈസ പറയാ? പൊക്കോ. അപ്പൊ ശരി ചേട്ടാ. അതെ, ഒരു 5 സ്റ്റാർ ഫ്രീ ഉണ്ട്. ഓ താങ്ക് യു. ഓ വെൽക്കം. നിങ്ങളെ കാണാൻ നല്ല ലുക്ക്. പൈസ താടാ. പൈസ എന്നിട്ട് നീ കൊണ്ടുപോയാ മതി. അമ്മ, ഞാനൊരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്. മോനെ, നിനക്ക് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ അറിയില്ലേ? ഇപ്പൊ തന്നെ വേണോ നിനക്ക് ഈ പ്രേമവും പ്രണയമൊക്കെ? കണ്ടില്ലേ, നമ്മള് ഫുഡ് കഴിക്കാൻ വന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലാ. നമ്മളൊരു 7 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുന്ന നിലയിൽ എത്തുമ്പോ മതി ഈ പ്രേമവും പ്രണയമൊക്കെ. ശരിയാ, ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തില് അവളെ കൂടെ കുറന്ന് കഷ്ടപ്പെടുത്തണോ അല്ലേ അമ്മ? അമ്മയുടെ ഡയറ്റില് ഡോക്ടർ ഒന്നും ബ്രൊക്കോലി കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ആ കണ്ടാ മോനെ, ഇപ്രാവശ്യം നമുക്ക് ഈ ചെറിയ പൂളുള്ള റൂമാ കിട്ടിയത്. ഇനി നീ അവളെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാ അവൾക്ക് ഇവിടെ നിക്കാൻ കൂടെ സ്ഥലമില്ല. ശരിയമ്മ. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന വണ്ടി ഏതാ? ഓടി. ഒരു BMW ബെൻസ് ഒക്കെ എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസെങ്കിലാവും. അപ്പൊ തന്നെ അറിഞ്ഞൂടാ നിനക്ക് നമ്മുടെ വീടിന്റെ അവസ്ഥ. ആ വീട്ടിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവന്ന് നരകിപ്പിക്കണ. ഹലോ, മലേഷ്യയിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു പൂൾ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. കണ്ടില്ലേ, നമ്മളിപ്പോ മലേഷ്യയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നുള്ളൂ. ഇനി എത്ര എത്ര രാജ്യങ്ങളിൽ പോവാൻ കിടക്കണു. ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തണോ? വേണ്ട വേണ്ട.